സോ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് നമ്മൾ കുറേ നാളായി കളിച്ചിട്ട്, അപ്പോൾ നമ്മളിന്ന് ഹാർഡ് കോറാണ് കളിക്കുന്നത്. സോ ഗൈസ് അപ്പോൾ ഇത് എപ്പിസോഡ് 1 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്കാണ്ട് കിടക്കാം. സോ ഗൈസ് നമ്മളിത് ആദ്യം തന്നെ മരമൊക്കെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ നേരെ ചെയ്തു. അപ്പോൾ ഇതിൽ ലാഗ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഗെയിം പ്ലേ ലാഗ് ഉണ്ടാകുന്ന ചാൻസ് എന്ന് വെച്ചാൽ ഒരു തൂക്കട ഫോണിലാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തൊരു PC വാങ്ങിക്കാൻ സപ്പോർട്ട് ചെയ്യാം. ഗൈസ് ആദ്യം തന്നെ നമുക്ക് മരമൊക്കെ പ്ലാങ്ക്സ് ആക്കാം. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി നമുക്ക് ടൂൾസ് ഉണ്ടാക്കിയാണ്ട് പവർ ഹാർഡ് കോറാണ് ഗൈസ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കളിക്കാനായിട്ട്. എടുത്ത് ചാടി പോയി മൂഞ്ചണ്ട. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ പ്ലാങ്ക്സ് ഉണ്ടാക്കിയത് പിക്കാസ് പറഞ്ഞ് ഉണ്ടാക്കാം. പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, ക്രീപ്പർ എങ്ങനെ വന്ന് പൊട്ടിയെടുത്ത് നമ്മൾ ചാകും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കളിക്കാനായിട്ട്. ഈ ഗെയിം എനിക്ക് ഇഷ്ടമില്ലാത്തത് ക്രീപ്പറാണ്. സോ ഗൈസ് നമ്മളിത് സ്റ്റോൺ ടൂൾസ് ഒക്കെ ആക്കിയിട്ടുണ്ട്, സ്റ്റോൺ മൈൻ ചെയ്ത്. സോ ഗൈസ് ഇനിയിപ്പോൾ എന്തൊരു ചെയ്യാം, വേറെ എവിടേക്കെങ്കിലും പോകണം. നമുക്ക് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കാൻ നമുക്ക് കുറച്ച് മരം വെട്ടേണ്ടി വരും. നോക്കാണ്ട് കുറച്ച് നീങ്ങി പോയി നോക്കി നോക്കാം. അതേ ഫുഡ് വേണം. അതിനായിട്ട് ഈ പശുവിന് വെട്ടി കൊല്ലാം. അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, അതിനിപ്പോൾ വെട്ടണ്ട. നമുക്ക് അത് വളർന്ന് വലുതായി നമ്മുടെ മുന്നിൽ തന്നെ വരും. സോ ഗൈസ് ഇതിനെ നമുക്ക് കൊണ്ടുവന്നാളയാം. ഓക്കെ, അതെ അതിൻ്റെ അടിയിലായിട്ടൊരു പന്നി നിൽക്കുന്നുണ്ട്. അത് ഒളിച്ച് നിൽക്കപ്പാണ്ടാരാല്ലേ. ഓർഡർ അതിൻ്റെ പിന്നാലെ വിട്ട് വെട്ടി കൊല്ല അതിനെ. ഓക്കെ, അത് ചത്തുണ്ട്. നമുക്ക് അതിൻ്റെ ഫുഡ് എടുക്കാം. പിന്നെ സീനില്ല, നമുക്ക് ഇവിടെ ഒരു വെള്ളമുണ്ട്, കുറച്ച് മരം അതിൻ്റെ ആൾ മുന്നേ വെട്ടിയെടുക്കാം നമുക്ക്. സോ ഗൈസ് നമ്മളങ്ങനെ മരമൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഈ ഫർണീസും ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡൊക്കെ ഇട്ട് പിന്നെ ഫുഡൊക്കെ വേവിച്ച് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. സോ ഗൈസ് നമുക്ക് ഈ വെള്ളമൊക്കെ കടന്നു പോകാം. അവിടെ ഒരു 3 ഷീപ്പ് അങ്ങോട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. 2 അവിടെ നിൽക്കുന്നുണ്ട്, ഒരെണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഷീപ്പ് കണ്ട പിന്നെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അടിച്ചുറക്കല്ല ഇതിനെയും കീനെ തീർക്കാം. അടുത്തത് അങ്ങനെ 3 തീർത്തിട്ടുണ്ട്. ബോണസ് ആയിട്ട് ഒരെണ്ണം കൂടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, അതിനെയും കൂടി തീർത്ത് വിടാം. പിന്നെ വേറെ വല്ല സ്ഥലത്തേക്ക് പൊക്കോടാം. എൻ്റെ കൺമുന്നിൽ പെട്ടാൽ പിന്നെ അറിയാലോ, അടിച്ചുറക്കല്ല ഇതിന്. ഓക്കെ, ഇത് അവിടെ ഒരു പന്നിക്കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ബെഡിനുള്ളതും അതിനാവശ്യം. ഇപ്പം കുഴിൽ വീണാണ് പണ്ടാരടങ്ങാൻ. ഓക്കെ, കുഴിൽ വീണുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടുണ്ട്. ഇത് ഫർണീസ് വെക്കുക. നമ്മളങ്ങനെ കൊന്നല്ല, ഇറച്ചി അങ്ങോട്ട് വെക്കുക. കുറച്ച് മരം എടുത്ത് അങ്ങോട്ട് വെക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്കിനി കുറച്ച് കോള എങ്ങാനും കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫുഡൊക്കെ വേവിക്കായിരുന്നു. ഇത് അവിടെ കുറച്ച് മേലെ ഇട്ടതേ കോള് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഈ മണ്ണെടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കയറിയിട്ടുണ്ട്. നമുക്കിനി ഈ കോള് മൊത്തം അങ്ങോട്ട് വെട്ടിയെടുക്കാം. ഓക്കെ, അത്യാവശ്യത്തിന് കോളിൻ്റെ സ്റ്റാക്ക് ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് ഫുഡ് കഴിക്കാൻ ടോർച്ച് ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, വായത്തിന് ചത്തിട്ടില്ല, ലൈഫുണ്ട്. ഓക്കെ, നമ്മൾ മട്ടൻ അങ്ങോട്ട് എടുക്കുക, പിന്നെ അവിടെ തിന്നാം. ഓക്കെ, മൈൻക്രാഫ്റ്റിലെ ഏറ്റവും നല്ല പരിപാടി ഈ തീറ്റയുടെ ഈ സൗണ്ടാണ്, നല്ല രസമാണിത്. ഓക്കെ, ഇത് ഹാർഡ് കോർ ആയതുകൊണ്ട് നമുക്കിനി അടുത്ത ഫുഡൊക്കെ ഉണ്ടാക്കി ബെഡ് ഇടാം. പിന്നെ റീസ്പോണൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വെറുതെ കാര്യമൊന്നുമില്ല, ഹാർഡ് കോറാണ്, ചത്താലും കാര്യമില്ല. നമുക്ക് എന്തായാലും അതുവരെ വേറെ എന്തെങ്കിലും പണി നോക്കാം. ഇവിടേക്കൊന്ന് പോയി നോക്കാം നമുക്ക്. ഓക്കെ, ഇത് അവിടെ ഒരു സോംബി കറക്റ്റ് ടോർച്ച് ലൈറ്റ് വെച്ച സമയത്ത് അത് കണ്ടതിന് കീനെന്തായാലും നമുക്ക് തല്ലിക്കൊല്ലാം. ഈ പോടാ, എൻ്റെ ആളും വലിയ ടൂൾസൊക്കെ ഉണ്ടോ എന്തെങ്കിലും. ഓക്കെ, അതിനെ തീർത്തുണ്ട്. ഓക്കെ, ഈ കേവ് എൻ്റെ ഞാൻ കണ്ടപ്പോൾ കുറച്ച് അടിയിലേക്ക് ഇറങ്ങി പോകാനുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കാര്യമില്ല. ഇത് ഇരുട്ടാവുണ്ട്, നമുക്ക് എന്തായാലും തിരിച്ച് കയറി പോവാം. ഓക്കെ ഗൈസ്, ഇത് ഇരുട്ടാവാറായി, നമുക്ക് എന്തായാലും പോയി കിടന്നുറങ്ങാം. ഓക്കെ, അതിൻ്റെ ഇനി ഈ പശുവിനെ അങ്ങോട്ട് തീർത്ത് വിടാം. വെറുതെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക, എത്ര ധൈര്യം ഉണ്ട് ഇനി. ഓക്കെ, അതിനെ തീർത്ത് വിട്ടിട്ടുണ്ട്. സോ ഗൈസ് നമുക്കിനി കിടന്നുറങ്ങാം. രാത്രി ആയില്ലേ. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. രാത്രി ആവടെ. ഓക്കെ, നമുക്ക് എന്തായാലും ബീഫ് സ്റ്റീക്ക് കിട്ടിയിട്ട് അടുത്തടുത്ത് വേവിക്കാൻ വെക്കാൻ നമ്മൾ കിടന്നുറങ്ങി. ഓക്കെ ഗൈസ്, അത് ഹാർഡ് കോറിൽ ഡേ 1 ആട്ടോ നമ്മുടെ. സോ ഗൈസ് നമ്മൾ ഡേ 1 സുഖമായിട്ട് ഇത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എത്ര ഡേ ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്ക് നോക്കി നോക്കാൻ പരമാവധി. സോ ഗൈസ് ഓക്കെ, ഇതൊരു വലിയൊരു ഗുഹമാതിരി ഏതോ സാധനം ഇട്ടത്. എന്തൊരു ആരെങ്കിലും മുന്നേ ഈ വേൾഡിൽ കളിച്ചിട്ട് ടവർ ചെയ്ത മാതിരി സ്റ്റോണൊക്കെ ഇരിക്കണം അവിടെ. ഓക്കെ, അങ്ങനെ എന്തോ സംഭവം ഉണ്ട് അവിടെ. അവിടെ ആയിട്ട് വീടൊക്കെ വെച്ചാൽ നമുക്ക് സീനില്ല, പെട്ടെന്ന് തന്നെ ചാവാം. ഓക്കെ, ഇത് ഇവിടെ ഷീപ്പുണ്ട്, അതിനെ തീർക്കാം. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ അത്യാവശ്യം വേണം, അല്ലെങ്കിൽ പണിയാണ്.
ഓക്കെ, അതും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് വീട് മാറി പോവാം. നമുക്ക് എന്തായാലും നമ്മുടെ ബാണ്ടക്കെട്ടൊക്കെ എടുത്ത് ബെഡൊക്കെ എടുത്ത് പോവാം. നമുക്ക് നല്ലൊരു പ്ലേസ് പോയി കണ്ടുപിടിക്കാം. സോ ഗൈസ് നമ്മളതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ പോവാം. അതേ അവിടെ എഴുതിയ മറ്റേ ചെറി ബ്ലോക്സ് അങ്ങനെ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന് ഐസ് സാധനം കേട്ടോ ഇതിൻ്റെ. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് ഇതിൻ്റെ സാപ്ലിങ് കുറച്ച് വുഡൊക്കെ പോയിട്ട് എടുക്കാം. നമുക്ക് വീട് പണിയുമ്പോൾ പരമാവധി ഈ വീഡിയോയിൽ ഞാൻ വീട് പണിയാൻ നോക്കാം. എന്തായാലും നൈസാവും വീട് പണിയുമ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. നമുക്കത് വെച്ചിട്ട് ഇതിൽ പെട്ടെന്ന് കയറിപ്പോയി നമുക്ക് ആ സംഭവങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ കയറിയിട്ട് കയറ്റമൊക്കെ ഓക്കെ. നമുക്ക് എന്തായാലും ഇനി മരം കുറച്ച് വെട്ടിയെടുക്കാം. ഇത് വെച്ചിട്ട് വാതിലുണ്ടാക്കാം. പിന്നെ മറ്റേ ഡോറ് തന്നെയല്ല വാതിൽ, അതല്ല ഡോറ്, ബോട്ട്, അങ്ങനെ എല്ലാ സാധനവും ഇത് വെച്ച് തന്നെ ഉണ്ടാക്കാം. ഒരു പിങ്ക് കളറിൽ ഈ സാധനം ഇരിക്കുക ഉണ്ടാക്കുമ്പോൾ. കുറച്ച് ഇതിന് സാപ്ലിങ് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ മരത്തിൻ്റെ. ഇപ്പോൾ ഇത്രയും പൊട്ടിച്ചിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. എന്തായാലും നമുക്കൊരു 4-5 എടുത്ത് വെക്കാം. സോ ഗൈസ് ഞങ്ങൾ താഴേക്ക് നോക്കിയത് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പാത്തുമാതിരി സെറ്റ് ചെയ്യാം ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു കുറച്ച് എടുക്കാം. നമുക്ക് കയ്യിൽ കിട്ടുന്ന മൊത്തം നമുക്ക് എടുക്കാം, വിഷയമില്ല. ഇത് മൊത്തം അങ്ങോട്ട് എടുക്കാം നമുക്ക്. ഇപ്പം അത്യാവശ്യം ആയിട്ടുണ്ട് ഇൻവെൻട്രിയിൽ. സോ ഗൈസ് ഇപ്പോൾ 4 സാപ്ലിങ്ങും 41 മറ്റേ താഴെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 10 വുഡും എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ആൾ മുന്നേ ഒരു ബെഡാണ്ട് ഇവിടെ കൊണ്ടിടാം. റീസ്പോൺ സെറ്റ് ചെയ്യാം. ശീലമായി പോയി നമുക്ക്. ഹാർഡ് കോറാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, വെറുതെ എന്നാലും ഇടാം. എൻ്റെ ആവശ്യത്തിന് എന്തായാലും മട്ടനൊക്കെ എടുത്ത് കയ്യിൽ വയ്ക്കാം. മട്ടനല്ല, ബീസ്റ്റീക്ക് എടുത്ത് കയ്യിൽ വയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു കോൾ അത്യാവശ്യം ഇരിക്കുന്നുണ്ട്. ഈ മലപ്രദേശം മാത്രമേ ഇത്ര കോൾ കിട്ടുള്ളൂ. ബാക്കി നമ്മൾ വില്ലേജിലൊക്കെ പോയി കിട്ടാൻ ഭയങ്കര പാടതേ. എടാ ഒന്ന് ഒരു സാമുറായിമാരൊന്ന് ആസ്വദിക്കാന്ന് വെച്ച് വരുന്ന സമയത്ത് ഈ പണ്ടാരടങ്ങാൻ ക്രീപ്പർ ഇറങ്ങിപ്പോയിണ്ട്. പൊട്ടങ്ങട് പൊട്ടിയുണ്ട്. അത് നമുക്കൊന്നും പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം പെട്ടെന്ന്. ഒരു അയണക്ക് മതി നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ. എങ്ങനെയും പെട്ടെന്ന് നമുക്ക് ഒപ്പിക്കണം. സോ ഗൈസ് നമുക്കിനി സുന്ദരമായിട്ട് നമ്മുടെ സംഭവം ആസ്വദിക്കാം. എന്ത് രസമല്ല വീഴുന്നത് കാണാൻ. നൈസ്. സോ ഗൈസ് അതൊക്കെ അത്ര ഉള്ളൂ. നമ്മളങ്ങനെ കയറിയിട്ടുണ്ട്. ഇത് നൈസ് സാധനം കേട്ടത്. ഇതിൻ്റെ മലയിൽ നിങ്ങളുള്ള വ്യൂ. ഇവിടെ ആയിട്ടൊരു വീട് വെച്ചാൽ പൊളിക്കും. നൈസ് വ്യൂ ആണ്. അടുത്ത് തന്നെ വെള്ളം. പക്ഷെ വില്ലേജ് എവിടെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ചും കൂടി സാപ്ലിങ് എടുത്തിട്ട് അയ്യോ അവിടെ വിച്ചാണ്ടിരുന്നേ പോഷൻ എറിഞ്ഞു. നമ്മുടെ മേത്തേക്ക് ഓടിക്കോ നമ്മുടെ മേത്തേക്ക് പോഷൻ എറിഞ്ഞു പണ്ടാരകാലൻ. വെറുതെ ഒരു 2 സാപ്ലിങ് കൂടി എടുക്കാന്ന് വെച്ച് പോയതാ പണ്ടാരടങ്ങാൻ. പണി പാളി. എന്തായാലും നമുക്ക് ഓടിപ്പോവാം. എടാ ഇതിൻ്റെ എഫക്റ്റ് തീരണില്ല കേട്ടോ. ഇത് അത്യാവശ്യം നേരം നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മട്ടനൊക്കെ എടുത്ത് തിന്നാം, അല്ലെങ്കിൽ പണിയാവും. സോ ഗൈസ് അവിടെ മറ്റേ റൂണിഡ് പോർട്ടല് ആ സംഭവം ഉണ്ട്. നമുക്ക് അതിൻ്റെ ചെസ്റ്റിൽ എന്നിട്ട് നോക്കാം. അതിൻ്റെ ഒരുപാട് ജീവനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. മിക്കവാറും ചാവും തോന്നുന്നുണ്ട്. ഇത് ഒരു ആർട്ട് നിന്നാ ഒരാർട്ടിൽ നിന്നാ ക്രാഷ് ആയതാണോ? ചത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ആർട്ടായി പിന്നെ കുറയില്ലാന്ന് തോന്നുന്നുണ്ട്. 10 സെക്കൻഡ് കൂടി ഉണ്ട് നമ്മുടെ പോയിസൻ്റെ എഫക്റ്റ്. പണ്ടാരടങ്ങാൻ. ഓക്കെ, ഇതേ ഇപ്പോൾ ലൈഫ് കൂടുന്നുണ്ട്, സീനില്ല. അല്ല ആ വിച്ചണ്ടർ എവിടെ നിന്ന് വന്നോടാ മനുഷ്യനെ കൊല്ലാനായിട്ട്? ഒരു 2 സാപ്ലിങ്ങിന് വേണ്ടി ഇപ്പോൾ ജീവൻ തന്നെ പോയാനെ. സോ ഗൈസ് നമുക്ക് എന്തായാലും ആ ചെസ്റ്റ് പോയി തുറന്ന് നോക്കാം. അതിനുള്ള നല്ല സാധനങ്ങൾ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ചെസ്റ്റ് തുറക്കാം. തുറന്നില്ലേ? എന്താ തുറക്കാത്തത്? ഓക്കെ, തുറന്നു. ഇതിൽ അൺബ്രേക്കിംഗ് 3 പ്ലേറ്റ്, പിന്നെ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ. എൻ്റെ മോനെ 2 ഗോൾഡൻ ഓയും പിന്നെ 2 പ്രിൻ്റഡ് സ്റ്റീലും കിട്ടിൻ്റെ. നൈസ് സാധനം. എൻചാൻറ്റഡ് ആപ്പിൾ കിട്ടിയ എന്തായാലും നന്ദി. ഹാർഡ് കോറായിട്ട് നമുക്ക് ചാവണ്ട് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കാം. സോ ഗൈസ് അതിനല്ല. പക്ഷേ ഇതിൻ്റെ പകരം ഒരു പിക്കാസ് എങ്ങനെ തന്നാൽ തരുന്നത് ആ ഗോൾഡിൻ്റെ, അല്ലെങ്കിൽ ആക്ച്വലി നന്ദി പെട്ടെന്ന് മരം വെട്ടി തീർക്കായിരിക്കും. സോ ഗൈസ് നമുക്കിനി കുറേ പരിപാടികളുണ്ട്. മരം കുറേ വെട്ടണം വീട് പണിയാണെങ്കിൽ തന്നെ. ഓക്കെ, ഇവിടെ നിന്ന് ലാവ് എടുത്തിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇങ്ങനെ പോലെ നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാം. സീനില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരണമെങ്കിൽ മാത്രമേ ഞാൻ എപ്പിസോഡ് 2 ഇടുള്ളൂ. സോ ഗൈസ് അപ്പോൾ പരമാവധി ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെയൊക്കെ ആയിട്ടൊരു വീട് എടുക്കാം. ഇവിടെ ആയിട്ട് വീട് ഉണ്ടാക്കുകയാണ്. ഈ സൈഡിൽ തന്നെ സമുറായി ഉണ്ട്. സോ ഗൈസ് അത് വീട് പണിയാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മരം വെട്ടിയിട്ട് വരാം. അങ്ങനെ കുറേ നേരത്തെ മരം വെട്ടൽ. അങ്ങനെ ശേഷം മോസ്റ്റ് എക്സ്പെൻസീവ് ഹൗസാണ് എൻ്റെ. ഇതാണ് ഏറ്റവും മൈൻക്രാഫ്റ്റ് യൂണിവേഴ്സിലെ ഏറ്റവും നല്ല വീട് എൻ്റെയാണെന്ന് ഞാൻ പറയണത്. എന്ന് വെച്ചാൽ ഇത് പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യിപ്പിച്ച തേക്ക് മരാട്ടോ. ഇത്
തേക്ക് മരമാണ്. പിന്നെ വാതിൽ ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക തരം വുഡ് വെച്ചിട്ടാണ്. പിന്നെ ഫ്രണ്ടിലൊരു 2 പന്തം കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഒരു കിടക്ക, ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. പിന്നെ വിൻഡോയ്ക്ക് ഗ്ലാസ് വെച്ചില്ല. അതെന്താണെന്ന് വെച്ചാൽ മടിയാണ് സാൻഡൊക്കെ എടുത്ത് ഒരുക്കി വരാൻ. പിന്നെ ഇവിടെ നോക്കണമെങ്കിൽ നമുക്ക് ആ സമുറായി മരം കാണാം. സൈഡിൽ റൂണ്ട് പോർട്ടൽ. ഇവിടെയാണ് ഈ സൈഡിൽ വെറുതെ ഒരു ജനാല. നമ്മളങ്ങനെ നമ്മൾ എല്ലാ സ്ഥലം വീക്ഷിക്കും നമ്മളെ എനിമീസിനെ കാണാനായിട്ട്. ഒരു ചെസ്റ്റും കൂടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ എൻജാൻറ്റഡ് ആപ്പിൾ വയ്ക്കുമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം. ഞങ്ങളതിന് വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. തട്ടിക്കൂട്ട് വീടാണ്, പക്ഷെ ഇതായിട്ട് നല്ല വീടാണ്. ഇപ്പം എൻജാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ അടുത്ത് തിന്നാണ്. അപ്പോൾ ആകെ അടപടല മൂഞ്ചാനെ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഫുഡ് എടുത്ത് വയ്ക്കാം. പക്ഷേ ഇനി ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ കത്തിച്ചാൽ പോരെ. ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാട്ടിത്തരാം. അവിടെ ഇരുട്ടായി കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ വേണ്ട, കത്തിക്കാം നമുക്ക് ഒരുത്തിന്. അവിടെ നിൽക്ക്. ഓക്കെ, ഇതിന് കത്തിക്കാം. ഓക്കെ, അതിനെ കത്തിച്ചിട്ടുണ്ട്. ഇത് കാണുമെങ്കിൽ പ്രത്യേക സുഖം കിട്ടൂട്ടോ. ഇത് തീ കൊണ്ട് ഇങ്ങനെ ആ സൗണ്ടൊക്കെ ഇട്ട് ഇത് രസമാണ്. ഇത് ക്യാജത്തുണ്ട്. നമുക്ക് എന്തായാലും 2 മട്ടൻ കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കിനി എന്തായാലും പോയി കിടന്നുറങ്ങാം. ഇതിപ്പോൾ ഹാർഡ് കോറിലെ 3ാമത്തെ ഡേ കിടന്നുറങ്ങാൻ പോണേ. അല്ല, 2ാമത്തെ ഡേ. ഇനി എഴുന്നേറ്റ് വരുമ്പോൾ 3ാമത്തെ ഡേ. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആ വീട് പണീൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ഡേ 3 അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഡേ 2 കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡേ 3 ആണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഡു സപ്പോർട്ട്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എപ്പിസോഡ് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക.